ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു കാനഡ സീരീസാണ്. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻലി പാർക്കാണ്. ഈ സ്റ്റാൻലി പാർക്ക് ബ്രിട്ടീഷ് കൊളംബിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. ഈ സ്റ്റാൻലി പാർക്ക് 405 ഹെക്ടയർ നിലപ്പരപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പലതരപ്പെട്ട വിനോദങ്ങളും ഫൺ ആക്ടിവിറ്റീസും സ്പോർട്സ് ആക്ടിവിറ്റീസും എല്ലാം ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സ്ഥലങ്ങളും എല്ലാം ഉള്ളതാണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ പാർക്കാണ്. ഇത് 1888 സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് വാൻകൂവർ സിറ്റിയുടെ നാച്ചുറൽ ക്രൗൺ ജ്വൽ എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ പോയ സമയത്ത് നവംബർ പകുതിയിലാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ അവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റി. അവിടെ ഈ ഇലയുതിർ കാലത്തിൻ്റെ മുൻപിലായിട്ട് ഈ മരങ്ങളൊക്കെ കളർ ചേഞ്ച് ഉണ്ട്. ഫാൾ കളറിങ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. എല്ലാ മരത്തിലും പല പല കളേഴ്സിലുള്ള ഇലകൾ നമുക്ക് കാണാൻ പറ്റും. ഈ സീസൺ കഴിഞ്ഞിട്ട് ഈ ഇലയൊക്കെ ഉതിർന്നിട്ട് ഇവിടെ സ്നോ തുടങ്ങും. ഡിസംബറിലൊക്കെ നല്ല സ്നോ ഫാൾ ഉണ്ടാവും. അത് ഈ സമയത്ത് കാണാൻ നല്ല രസമുണ്ട്, കളർഫുള്ളാണ്. ഇത് കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകളും പല പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരും വന്ന് കാണാറുണ്ടെന്നാണ് പറയുന്നത്. അത് സത്യവുമാണ്. ഇത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അവിടെ ചെന്നിട്ട് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും നടന്നാണ് പാർക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. നല്ല വാക്കിംഗ് സ്പേസ് അവിടെ ഉണ്ട്. അതുമാത്രമല്ല, സൈക്കിൾ ഓട്ടാൻ അറിയാമെന്നുള്ളവർക്ക് സൈക്കിളിൽ കറങ്ങാം. അതിനുള്ള സ്പേസും അവർ ഇട്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് സൈക്കിൾ ഉള്ളവർ കാറിൽ തന്നെ അത് ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് സൈക്കിളിലാണ് കറങ്ങാറുള്ളത്. പിന്നെ ഇവിടെ റെൻറ്റിനും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയും ചിലർ. പിന്നെ സ്കേറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ഈ 2 വീലുള്ള ഡ്രൈ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സ്കേറ്റിംഗ് ബോർഡ് പോലെ ഉണ്ട്. അതിൽ വെച്ചിട്ടും അവരിങ്ങനെ ഉന്തി ഇങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്യാറുണ്ട്. പലതരപ്പെട്ട കാഴ്ചകളാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഈ പാർക്കിൻ്റെ കാഴ്ചകളല്ലാതെ തന്നെ ഇവിടെ തൊട്ട് തന്നെ ഒരു ലേക്കുണ്ട്. അത് യാച്ച്ഡ് ക്ലബ്ബാണ്, വാൻകൂവറിൻ്റെ യാച്ച്ഡ് ക്ലബ്ബ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ബോട്ടൊക്കെ നിർത്തി വയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ തൊട്ട് തന്നെ വാൻകൂവർ ഡൗൺ ടൗണിൻ്റെ ഫുൾ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റി. ഞങ്ങൾ പോയത് സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് നല്ല ക്ലൈമറ്റും നല്ല കാഴ്ചകളുമായിരുന്നു. അപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും അത് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പ്രകൃതിയുമായിട്ടും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കാഴ്ചകളും ആൾക്കാരുടെ ഈ ഉന്മേഷവും കാണുമ്പം നമുക്ക് തന്നെ അറിയാതെ ഒരു പോസിറ്റീവ് വൈബ്സ് നമ്മളെ വന്ന് നമുക്ക് എത്ര ടയർഡ്നെസ് ഇരുന്നാലും നമുക്കത് മാറിപ്പോവും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അത്. ഈ ഫിലിമിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നേരിട്ട് കാണുമ്പം തന്നെ നമുക്ക് വല്ലാത്ത ഒരു അനുഭൂതിയാണ് അവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. വാനോളം ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്സും അതിൻ്റെ റിഫ്ലക്ഷൻ വാട്ടറിൽ കാണുമ്പം നമുക്ക് വല്ലാത്ത ഒരു ഹരമാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഒരു നല്ല ഒരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ ഞങ്ങളും പാർക്ക് ചെയ്തിട്ട് നടക്കാൻ തുടങ്ങി.
അവിടെ വേറൊരു വിനോദം കൂടി ഞങ്ങൾ കാണാൻ പറ്റി. ഇത് സീ പ്ലെയിൻസ് ആണ്. ഒരുപാട് ബോട്ട്സ് അവിടെ ഇവിടെ ഇങ്ങനെയായിട്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ടായി ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് സമയം നീന്തിയിട്ട് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പ്ലെയിൻ പോലെ മുകളിൽ കയറി പ്ലെയിൻ പോലെ അത് ചുറ്റും. ഇത് നമുക്ക് ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിക്കാം. അങ്ങനെ കുറേ ദൂരം നടന്നിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഒരു ചെറിയ വേറൊരു സൈസ് പാർക്കുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഹാർസ് റൈഡിങ്, കാർട്ട് റൈഡിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പാർക്കിൽ പഴമക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരുപാട് സ്റ്റാച്യു അവർ വച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഡെവലപ്പായിട്ടും അവർ ഈ പഴമക്കാർക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാണുമ്പം അത് നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ അവരിങ്ങനെ പഴമക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് മെമൻറ്റോസും എല്ലാം വച്ചിട്ടുണ്ട്. ഇവിടെ വച്ചിരിക്കുന്ന ഈ പഴമക്കാരുടെ പില്ലേഴ്സിൽ ഓരോരോ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസിൻ്റെ ഓരോരോ ഇതും മെമ്മറിയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്.
ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ സ്റ്റാൻലി പാർക്കിൽ കാണാനുണ്ട്. ഞങ്ങൾ ഒരു സൈഡിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് വൈകിയത് കൊണ്ടും ഞങ്ങളൊക്കെ ഒരുപാട് ടയേർഡായിപ്പോയി. രാവിലെ തൊട്ട് ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കണ്ട് വരുന്നതാണ്. പിന്നെ ഒരുപാട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ എല്ലാവരും ടയേർഡായതുകൊണ്ട് വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. ഇത് കാണേണ്ട ഒരു സ്ഥലമാണ്. നല്ല ഒരു സായാഹ്നം കഴിഞ്ഞതിൻ്റെ ഒരു മനതൃപ്തിയോടെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സുമെല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.